ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ എന്ന സന്ദേശം കേൾക്കുമായിരുന്നു. അത് 2 ആഴ്ചയും കൂടെ പറയാനായിട്ടാണ് ഞാൻ മനസ്സിൽ താല്പര്യപ്പെടുന്നത്. കർത്താവ് അനുവദിക്കുന്ന പോലെ പറയാം. Last 2 weeks we were meditating from the doctrine of salvation, and if God willing I'll continue for 2 more weeks and we'll complete it. ശ്രദ്ധയോടിരിക്കണം എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾ അറിയാവുന്നതായിരിക്കും. എങ്കിലും ഒന്നുകൂടെ ഒന്ന് അപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്താൻ ആഗ്രഹിക്കുന്നത് വായിക്കുന്നില്ല. അതായത് ഹി ഈസ് റിപ്പീറ്റിംഗ് സംതിങ്, അതാണ് എൻ്റെ അർത്ഥം. Already you all might be very familiar with the topic, but still I want to remind you one more time, so be careful and be attentive to the sermon. എനിക്ക് നേരത്തെ സാൽവേഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു അറിവുണ്ടായിരുന്നു. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു, അത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നീട് വേദപുസ്തകം ശ്രദ്ധിച്ച് വായിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നത്. While in my life also salvation, I came to know Jesus came on this earth, died for me and crucified and resurrected. I had a very narrow knowledge about it, but after a while I started to study in depth, I came to realize the depth and the width and the height of God's love. ഈ ഒരാഴ്ച പാഷൻ വീക്കായിട്ട് ക്രൈസ്തവരൊക്കെ ആഘോഷിക്കുന്ന ഒരാഴ്ചയാണല്ലോ. ഇന്ന് പാം സൺഡേ ആണ്. This week all Christians are celebrating as a Passover. Today they are all celebrating as a Palm Sunday. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഈ ഒരാഴ്ചയിൽ നമ്മുടെ കർത്താവിൻ്റെ ആ ലാസ്റ്റ് വീക്കിലെ ഇൻസിഡൻ്റ് ഒക്കെ ഗോസ്പൽസിൻ്റെ അവസാന ചാപ്റ്റേഴ്സിലുണ്ട്. ഒന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. ഐ എം ജസ്റ്റ് എൻകറേജിങ് യു. I'm just giving you all an encouragement. If you have time, and please meditate on the last few days of Jesus Christ's life on this earth, especially that portions. If you can meditate, it will be a blessing. ആ സംഭവങ്ങളെ പറ്റിയുള്ള റെഫറൻസ് കൃത്യമായിട്ട് വേണ്ടവർ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് വായിക്കാൻ നിങ്ങൾക്ക് പ്രയോജനമാകും. If you need specific references this week, anybody needs it, I have it available. Please contact me and I'll give it to you. ഹിസ്റ്ററിയിൽ ഈ സാറ്റർഡേയിൽ കർത്താവ് ലാസറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഇന്ന് ദൈവാലയത്തിലേക്ക് പോകുന്നു. നാളെ ആ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് പോകുന്നു. ശിഷ്യന്മാരുമായിട്ട് കർത്താവ് സംസാരിക്കുന്നു. തേഴ്സ്ഡേ വൈകിട്ട് പിടിക്കപ്പെടുന്നു. ഫ്രൈഡേ ക്രൂശിക്കപ്പെടുന്നു. ഇതെല്ലാം ഹിസ്റ്റോറിക്കലി റിലയബിൾ ആയിട്ടുള്ള ഫാക്റ്റാണ്. Amen. If we go and look in the history, we can see these days, especially on Saturday, Lazarus' death and resurrection, and then today as a Palm Sunday, like Hosanna, and then the coming weeks, and on the Friday, actually going to the crucifixion, and everything is very reliable, and all the dates are really proven. Praise the Lord. അതുകൊണ്ട് ഐ എൻകറേജിങ് യു ടു റീഡ് ദാറ്റ് പാസേജസ്. I encourage all of you to go and meditate on those passages. നമ്മുടെ ചർച്ച് ബൈബിൾ സെൻറ്റേർഡ് ചർച്ച ആയിരിക്കണം, വേർഡ് സെൻറ്റേർഡ് ചർച്ച ആയിരിക്കണം. വേർഡ് സെൻറ്റേർഡ് ചർച്ച ആണെങ്കിൽ അത് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ചർച്ച ആയിരിക്കും. വേർഡ് സെൻറ്റേർഡ് ചർച്ച അല്ലെങ്കിൽ അത് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ചർച്ച ആയിരിക്കത്തില്ല. If a church is a Christ-centered church, then that church would be always word-based, word-centered church. അതുകൊണ്ട് read your Bible, meditate your Bible, know Christ well. Amen. So I encourage all of you, read the Bible, know Christ, and live as a true Christian. Okay, റോമാലേഖനം 3-ാം അധ്യായം, Romans 3 verse 26. Romans 3:26. Proverbs 17:15. ഒരാൾ മൈക്കിൽ കൂടെ എന്നെ വായിച്ച് കേൾപ്പിക്കണം. ഈ ഒരു സർമൺസിന് മാത്രമേ ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിക്കത്തുള്ളൂ. Romans 3 verse 26. Someone else, please. യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഈ കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ അങ്ങനെ ചെയ്തു. മതി. അവിടെ 2 പദം ഓർത്തോണം. നീതിമാനും ദൈവത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ജസ്റ്റ് ആൻഡ് ജസ്റ്റിഫയർ എന്ന വാക്ക് ഓർത്തിരിക്കണം. ജസ്റ്റ് ആൻഡ് ജസ്റ്റിഫയർ. Please bear these 2 words in your mind. He would be just and the justifier. Proverbs 17:15. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്യമാണ് ഇത് അവസാനം. രണ്ട് പദം കേട്ടോ. ദുഷ്ടനെ നീതീകരിക്കുക, നീതിമാനെ കുറ്റം വിധിക്കുക. ഇത് രണ്ടും ഇറ്റ് ഈസ് an abomination to God.
He who justifies the wicked and he who condemns the righteous, both of them alike are an abomination to the Lord. ഈ രണ്ട് വാക്യങ്ങളോടും ചേർത്ത് ചില കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നിങ്ങളോട് പറയാൻ കർത്താവ് ശരണപ്പെടുകയാണ്. I like to combine these two verses and share a serious topic. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അത്രയും കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കിയേ. ദൈവത്തിൻ്റെ 3 സ്വഭാവങ്ങൾ നമ്മൾ ചിന്തിച്ചു. We meditated about the attributes of God, 3 character of God. or 3 characteristics of God. ഒന്ന് അവിടുന്ന് സ്നേഹമാണ്. അവിടുന്ന് ആട്രിബ്യൂട്ട്സിൽ തന്നെ സ്നേഹമാണ്. And he is one of the main characteristics of our God is love. 2 അവിടുന്ന് റൈച്ചസ് ഗോഡാണ്. The second characteristic is God is a righteous 3 God. അവിടുന്ന് അബ്സല്യൂട്ട്ലി ഹോളി ത്രൈസ് ഹോളി ഗോഡാണ്. And he is an absolute thrice holy God. ഈ ദൈവത്തെ മനുഷ്യൻ അടുക്കാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യൻ പാപം ചെയ്ത് ഡിസൊബീഡിയൻ്റായി അൺബിലീഫായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. This holy God is not at all approachable to an unholy human being. ഈ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കാൻ കർത്താവ് ചെയ്ത കാര്യത്തിൻ്റെ പേരാണ് ഗോസ്പൽ. Human beings are all corrupted or disobeyed by doing or committing sin, and in order to make them justified, that is called the salvation. ഒരു ചോദ്യം, നീതിമാനായ ദൈവം എങ്ങനെ ക്ഷമിക്കും? അതാണ് നമ്മുടെ പ്രധാന ക്വസ്റ്റ്യൻ. How a holy or righteous God can forgive unholiness or unrighteous human being? എങ്ങനെ ക്ഷമിക്കും? How can he forgive? കാര്യം നീതിമാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ തൻ്റെ റൈച്ചസ് ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്യണം. If he wants to forgive an unrighteous character, then a righteous God needs to be compromised. എന്നാൽ അവിടുന്ന് സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് കൂട്ടിക്കോ, അതും കോംപ്രമൈസ് ചെയ്യണം. ദൈവത്തിന് ഒരു കാരണവശാലും തൻ്റെ ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. If a loving God, if he loves an unloving human being, that is also a compromise. That also cannot be tolerated. ഞാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. How can God be just yet pardon those who should justly be condemned? മറന്നു പോകരുത്. Hallelujah. ഇതൊരിക്കലും ലോകത്തിലെ ഏറ്റവും വലിയ ഡിലമയാണ്. ദൈവത്തിന് ഇത് ക്ഷമിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് ഇത് ശിക്ഷിക്കാതിരിക്കാനും പറ്റത്തില്ല. എന്നാൽ തൻ്റെ സ്നേഹത്തിൽ ഇത് ക്ഷമിക്കുകയും ചെയ്യണം. ഇതിനെ എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നതാണ് ബൈബിൾ നൽകുന്ന ഗോസ്പൽ എന്നുള്ളത്. The gospel which is provided by the Bible, which clearly says how a God can justify a wicked and how a holy God can condemn the righteous. The greatest dilemma. മറന്നു പോകരുത്, എല്ലാവരും ഓർത്തോണം. The greatest dilemma. This is the greatest dilemma, and do not forget about it. ആ ഡിലമയ്ക്കുള്ള ഉത്തരവാണ് ജീസസിന്റെ ഇൻകാർനേഷൻ. The answer to the dilemma is the incarnation of our Lord Jesus Christ. അതല്ലേ തിരുവചനത്തിനകത്ത് വായിക്കുന്നത്? ജീസസ് അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചതും ദൈവം, ശിക്ഷ ഏറ്റതും ദൈവം. റൈറ്റ്? That's why we are reading in the scripture, one he who condemned and one he who justified. ഇനി നമ്മൾ വായിച്ച ആ റോമാലേഖനത്തിലേക്കും തുറന്ന് അവിടെ ചില പദങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. റോമൻസ് 3 വന്ന് കുറച്ച് വാക്കുകൾ അവിടെ ഉണ്ട്. അതാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 24-25 എല്ലാവരും വാക്യങ്ങളിലേക്ക് നോക്കിയേ. 24-25 ഞാൻ ഇംഗ്ലീഷിലാണ് പറയാൻ പോകുന്നത്. ചില പദങ്ങൾ അവിടെ പ്രത്യേകമുണ്ട്. ജസ്റ്റിഫൈഡ്, കണ്ടോ എല്ലാവരും? ജസ്റ്റിഫൈഡ്, ഗ്രേസ്, റിഡംഷൻ, പ്രൊപ്പീസിയേഷൻ, ഫെയ്ത്ത്. വേഴ്സ് 26 ജസ്റ്റ് ആൻഡ് ജസ്റ്റിഫയർ. ഇത്രയും പദങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചാൽ ട്രൂ ഗോസ്പൽ എന്താണെന്ന് അവിടെ ഉണ്ട്. We can see from the book of Romans chapter 3, there are certain phrases. If we combine those phrases, that is the total gospel. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. എന്നാൽ കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? നമ്മൾ സ്നേഹിതന്മാരായിരുന്നില്ല, നാം പാപികളായിരുന്നപ്പോൾ, നാം കൊള്ളരുതാത്തവരായിരുന്നപ്പോൾ, എല്ലാവരും ഒരുപോലെ വഴിതെറ്റിപ്പോയപ്പോൾ അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി. അതായിരുന്നു ഈ ഡിലമയ്ക്കുള്ള ഏറ്റവും പെർഫെക്റ്റ് ആൻസർ. We all are aware that a person can give their life to a very close friend, but yet when we were sinners, God gave his life for the sinners to save us. അങ്ങനെങ്കിൽ
ഞാൻ ഈ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. എവിടാണ് നീതി കോംപ്രമൈസ് ചെയ്യാതെ സ്നേഹം സമ്പൂർണമായിട്ട് നിവർത്തിച്ച് തൻ്റെ ഹോളിനെസ് സാറ്റിസ്ഫൈഡ് ആയ ആ വലിയ സംഭവം നടക്കുന്നത് ക്രൂശിലാണ്. Amen. We can see where did that compromise, or without compromising anything, the great reality happened on that cross of Calvary. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ചില പദങ്ങൾ മനസ്സിലാക്കാൻ അല്പ പ്രയാസമായിരിക്കും. ദൈവത്തിൻ്റെ നീതി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. His righteousness cannot be compromised. തൻ്റെ ഹോളിനെസ്സിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. There is no way to give up his holiness. എന്നാൽ ഈ ദൈവത്തിന് പാപം ചെയ്ത മനുഷ്യനോട് വളരെ കോപമാണെന്നാണ് ബൈബിൾ പറയുന്നത്. We all are aware that God has strong wrath against sinners. തിരുവെഴുത്തിനകത്ത് നിരവധി വാക്യങ്ങളാണ് അതിനുള്ളത്. We can see several areas God hates sin. അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ ഈ റാത്തിനെ അപ്പീസ് ചെയ്യണം. ദൈവത്തിൻ്റെ റാത്തിനെ അവിടുന്ന് ഇല്ലാതാക്കണം. അതിന് മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല എന്ന ദൈവത്തിൻ്റെ നീതി കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ദൈവത്തിൻ്റെ റാത്ത് ക്രൂശിൽ അവിടുന്ന് അപ്പീസ് ചെയ്യപ്പെടുകയാണ്. Amen. God cannot tolerate sin. He hates sin and he wants to justify or condemn the sinners. But he actually not compromising, but he is actually doing a work on that cross in order to redeem a sinful man. ക്രൂശിൽ റോമ സാമ്രാജ്യത്തിൻ്റെ ശിക്ഷയേറ്റ് കിടക്കുന്ന പുത്രനല്ല തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിനകത്ത്. ക്രൂശിൽ ദൈവകോപം ചുമന്നുകൊണ്ട് കിടക്കുന്ന പുത്രനാണ് ക്രൂശിലുള്ളത്. We can see on that cross, we can see a God who is carrying all the wrath of the humanity. We can see a God there. അതാണ് എൻ്റെ അർത്ഥം. റോമാക്കാർ കൊന്നെന്നുള്ളത് അത് ഒരു സൈഡ് ശരിയാണെങ്കിലും അതിൻ്റെ അൾട്ടിമേറ്റ് മീനിങ് എന്നുള്ളത് ദൈവ ശിക്ഷയേറ്റ് പുത്രൻ കിടക്കുന്നു എന്നുള്ളതാണ്. Actually, Romans killed Jesus Christ, but Lord Jesus was on that cross by bearing all the wretchedness of the humanity. സ്തോത്രം. Praise the Lord. Hallelujah. ക്രൂശിൽ 5 കാര്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണ്ട് എവ്രിവൺ. ക്രൂശിൽ നടക്കുന്ന 5 കാര്യം. We can see 5 greatest things are happening on that cross of Calvary. ഒന്നാമത്തെ കാര്യം Christ bore our sin എന്നതാണ്. First thing is Christ bore the sins of whole humanity. ക്രൂശിലേക്ക് നോക്കുമ്പം പുത്രന്റെ വേദനയല്ല നമ്മൾ കാണേണ്ടത്, നമ്മുടെ പാപത്തിന്റെ ആ കടും ഭാരം ചുമന്നുകൊണ്ട് കിടക്കുന്നവനെ വേണം നമ്മൾ കാണാൻ. On that cross we should not see the pain or the agony of the Son Jesus Christ, but we all need to be aware our sins made him to lie down ഞാൻ there. കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, ദൈവമുന്നിൽ നമ്മൾ ഗിൽറ്റിയാണ്, നമ്മൾ കണ്ടംഡ് ആണ്. എന്നാൽ നമ്മുടെ പാപം പുത്രന്റെ മേൽ വന്നപ്പോൾ അവിടുന്നാണ് ഗിൽറ്റി, അവിടുന്നാണ് കണ്ടംഡ്. Last week I mentioned that we all are guilty, we all committed sin, and we all are need to be stay away. But all those sins are put on that Son Jesus Christ on that cross. ക്രൂശിൽ he bore our sins. He bore our sins on that cross. സത്യത്തിൽ യെശയ്യാവ് 53 എനിക്കതിൻ്റെ ഓരോ വാക്യങ്ങൾ മാത്രം പറഞ്ഞാൽ എനിക്കൊരു 5 മണിക്കൂറെങ്കിലും പറയാനായിട്ടുള്ള ഒരു പരിജ്ഞാനം ആ അധ്യായത്തിൽ നിന്ന് മാത്രം കർത്താവിന് മിനിമം, അതൊന്നുമല്ല, അതിനെക്കാട്ടും കൂടുതലുണ്ട്. അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് 53:6. ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പാപം ചുമന്നു എന്നതിന് ഏറ്റവും കൃത്യമായ വാക്യമാണ് കിടക്കുന്നത്. We can see very clear verse. We can see in the book of Isaiah chapter 53 verse 6. But the Lord has caused the iniquity of us all to fall on him. അതാണ് വാക്യം. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. He bore our sin. Amen. Hallelujah. ഇത് മനസ്സിലാക്കാതെ കാർഡ് പൂരിപ്പിച്ചു കൊടുത്താൽ രക്ഷിക്കപ്പെടില്ല. മനസ്സിലാവുന്നോ? ഇത് മനസ്സിലാക്കാതെ കൈ പൊക്കിയാൽ രക്ഷിക്കപ്പെടത്തില്ല. എത്ര കാല യോഗത്തിന് പോയാലും രക്ഷിക്കപ്പെടില്ല. We all need to understand the Lord caused all of our iniquities fall on a righteous Son. We need to understand this clearly, otherwise we will not be truly born again. ആ പദവർത്തെ അവന്റെ മേൽ അകൃത്യം ചുമത്തി. Lord has caused all the iniquity on the Son.
2 Corinthians 5:21 ഇത് മാർവലസ് വേഴ്സ് അല്ലെങ്കിൽ ഗോസ്പൽ ഇത്രയും നന്നായിട്ട് പറഞ്ഞേക്കുന്ന ഒറ്റ വാക്യം എൻ്റെ ബൈബിളിനകത്തില്ല. 2 Corinthians 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി. The beautiful verse in the whole Bible, one of the beautiful verses is 2 Corinthians chapter 5 verse 21. He made him who knew no sin to be sin on our behalf, The so that greatest gospel verse in the entire Bible. we might become the righteousness of God in him. അവിടെ ഗോഡ് ദ ഫാദറിനെ ആ വാക്യത്തിൽ കാണാം, ഗോഡ് ദ സണ്ണിനെ ആ വാക്യത്തിൽ കാണാം, അവനിൽ വിശ്വസിക്കുന്നവരെ ആ വാക്യത്തിൽ കാണാം. ആ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി എന്ന അതിമഹത്തായ ദാനവാക്യത്തിൽ കാണാം. 4 precious truth ആ വാക്യത്തിനകത്തുണ്ട്. We can see 4 precious truths in this verse. 2 Corinthians chapter 5 verse 21. നോക്കിയേ, ആ ഡിലമയ്ക്ക് ഒന്നാമത്തെ പരിഹാരമായിട്ട് പുത്രൻ ക്രൂശി കിടക്കുകയാണ്. He bore our sin. In order to answer that great dilemma, he, the Son, Christ Jesus, bore each of our sins. 2, Christ suffered our curse. 1, നമ്മുടെ പാപം ചുമത്തി. 2, നമ്മുടെ ശാപം അവൻ്റെ മേൽ ചുമത്തി. He suffered our curses. എന്താ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ശാപം എന്ന് പറഞ്ഞാൽ? What is the curse in the New Testament? ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാ മാസവും പനി വരും. ശാപമാണോ? If in our, ശ്രദ്ധിച്ചേട്ടെ, if you have any question from the Bible, I can explain to you all. many people consider if our family members keep falling into sickness, they are thinking that it is one of the curses. എല്ലാവർക്കും നല്ല ജോലി കിട്ടുന്നു, ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നില്ല. Is curse? Everybody is getting good career or good jobs, but our family is not getting. Is that a curse? ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് ഒറ്റ കേഴ്സുള്ളൂ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ, ശപിക്കപ്പെട്ടു. ബാക്കിയെല്ലാം അതിനോട് ചേർന്ന് വരുന്നതാണ്. പണം ഉള്ളതോ പണം ഇല്ലാത്ത അതൊന്നും അല്ല ബൈബിളിൻ്റെ സബ്ജക്റ്റ് എന്നുള്ളത്. According to the Bible, those who does not love God is cursed. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതാണ് അനുഗ്രഹം. എൻ്റെ പൊന്നെ, ജിമ്മിലിയിട്ട് 25-ാമത്തെ വയസ്സ് കർത്താവിന് വേണ്ടി മരിച്ചു പോയില്ലേ? Certain people mention that if you have a long life until 90 years of age, ഗ്രഹാം that is സ്റ്റെയിൻസും blessing. തിമോത്തിയും ഫിലിപ്പും നേരത്തെ മരിച്ചു പോയില്ലേ? Many missionaries we can see, those who fought good fight, they യേശുവിന്റെ അപ്പോസ്തലന്മാർ എത്ര പേര് ആയുസ്സോടെ ജീവിച്ചു? no, so many apostles lived a short life. തമ്പുരാൻ അറിയാൻ ഞാൻ ജനിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം, എന്ന് മരിക്കണമെന്ന് അവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കാണ്. എൻ്റെ ജീവൻ്റെ മേൽ, രക്ഷിക്കപ്പെട്ട ഒരുത്തൻ്റെ മേൽ ഈ ലോകത്തിലെ പ്രഭുവിന് യാതൊരു അധികാരമില്ല. Those who are truly born again, on that person's life there is no authority for the Lord of this life. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവർക്ക് പിശാചുമായിട്ട് ഒരു ഇടപാടുമില്ല. Those who are truly born again, there is no business with a Satan. അങ്ങനെയെങ്കിൽ ക്രൈസ്റ്റ് സഫേർഡ് അവർ കേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണെന്നറിയാവോ? Amen. നമ്മളെല്ലാം കർത്താവിനെ സ്നേഹിക്കാതെ അകന്നുപോയവരായിരുന്നു. അതതിൻ്റെ അർത്ഥം. നമുക്ക് ഗലേഷ്യൻസ് 3:10, 3:13 2 വാക്യം എനിക്ക് വായിക്കാൻ സമയമില്ല. നാം എല്ലാം കർത്താവിനെ സ്നേഹിക്കാതെ അവനിൽ നിന്ന് അകന്നുപോയവരായിരുന്നു, വചനത്തിൽ നിന്ന് അകന്നുപോയവരായിരുന്നു. നമ്മെ അവനോട് ചേർക്കാനായിട്ട് ന്യായപ്രമാണത്തിന് നിവർത്തി എന്ന വണ്ണം പുത്രൻ നമുക്ക് വേണ്ടി ശാപമായി. Amen. Christ redeemed us from the curse of the law, having become a curse for us. Praise the Lord. Hallelujah. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായെന്ന് പറഞ്ഞാൽ Christ became a curse for us and suffered the judgment of God in our place to redeem us. Amen. 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 ഇനി നാളെ ആരെങ്കിലും ശാപമാണെന്ന് പറയുമ്പോൾ കൈ അടിക്കാനും സ്വോത്രം പറയാനും മിനിമം ഈ ചർച്ചിൽ ആരും പോകരുത്, പ്ലീസ്. So if you are going to hear this is a curse in your life from anybody, do not even give an attention to that. രക്ഷിക്കപ്പെട്ട എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങൾ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. അങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടവർക്ക് ശാപം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തിൽ അവയവത്തിന് ശാപം ഉണ്ടെന്നല്ലേ അർത്ഥം? Amen. ആ അവയവത്തിന് ശാപം ഉണ്ടെങ്കിൽ അവയവം കണക്ട് ചെയ്തേക്കുന്ന തലയായിട്ടില്ല, എന്താ മേളിൽ ഇരിക്കുന്ന പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. സിമ്പിൾ ലോജിക്കൽ, റൈറ്റ്? പ്ലീസ്.
I don't buy it. ഞാനിതൊന്നും മേടിക്കില്ല. It is not in the Bible. Amen. Those who are truly born again, they are part of a body, and we are all different organs of the body, and Jesus Christ is the head of the body. If that is so, curse doesn't He applicable. bore our sins. He Are you bore following me? Everyone. He bore our sin. He bore our sins. He suffered our curse on the cross. Amen. Hallelujah. ഇതെല്ലാം എന്താണെന്നറിയാമോ? പിതാവ് തൻ്റെ നിയതി സാറ്റിസ്ഫൈ ചെയ്യേണ്ടതിന് വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. In order to please God the Father, in order to satisfy his wrath, he actually provided a solution here. Remember, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രൂശിൽ നടക്കുന്നുണ്ട്. The third thing. the greatest thing happened on that cross. The third thing. Christ was forsaken by God in our place. Amen. Christ was forsaken on that cross of Calvary on behalf of us. ക്രൂശിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് അറിയാമോ? പുത്രന്റെ എലോയി എലി എലി ലെമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പെർഫെക്റ്റ് ഫാദർ പെർഫെക്റ്റ് സണ്ണിനെ ഒരിക്കൽ പോലും കൈവിട്ടിട്ടില്ല. എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടതിന് ക്രൈസ്റ്റ് വാസ് ഫോർസേക്കൻ ബൈ ഗോഡ് ഓൺ ദ ക്രോസ് ഇൻ അവർ പ്ലേസ്. Amen. Hallelujah. 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 Praise the Lord. Praise you, Jesus. Hallelujah. നാം എല്ലാവരും ആടുകളെ പോലെ എല്ലാവരും we are far away from holy God. Amen. We are far away from the law of the Lord. അതിന് ദൈവം ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? Christ was forsaken. എലി നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച ഈ യെശയ്യാ 59:2 വാക്യമുണ്ട്. ഐസയ്യാ 59:2, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറവാക്കിയത്. കണ്ടോ? The sin separated us from God the Father and human being. Amen. We can see all our iniquities have made a separation. And here in Isaiah chapter 59, God the Son is suffering a separation from God the Father. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. To save us Amen. from such eternal separations. Listen to me. To save us from the eternal separation, Christ bore our sin on Calvary and was forsaken by God in our place. Amen. എന്നേക്കുമായിട്ട് നിത്യത മുഴുവൻ തമ്പുരാന്റെ കൂടെ അല്ലാത്ത ആ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ തന്നോടടുപ്പിക്കേണ്ടതിനു വേണ്ടി അവിടുന്ന് താൻ പിതാവിനെ കൈവിട്ടു. ഏലി ഏലി ലെമ്മാ ശബത്താനി. We were all heading to an eternal destruction, but God the Father had mercy towards each one of us. That's why He sent His own Son. He bore our sins, and He actually was forsaken on behalf of you and I. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇതാണ്: What the blood of Jesus being shed, without the blood of Jesus being shed, without Jesus taking our place, without Him acting as the ultimate middleman, we are all forever left separation from God. Amen. പക്ഷേ ഒരു ഭക്തൻ പറഞ്ഞൊരു വാചകം ഇതാണ്: But the man on the middle cross, a man on the middle cross, എനിക്ക് വേണ്ടി പിതാവ് ഇറ്റേണലി പെർഫെക്റ്റ് റിലേഷൻ തൽക്കാലത്തേക്ക് മുറിച്ചു എന്നെ അങ്ങോട്ട് ചേർക്കാനായിട്ട്. കണ്ടോ ഡിലമയ്ക്ക് പരിഹാരം? We can see a clear solution for this dilemma. A man in the middle of the cross. The man on the middle cross. A man on the middle cross, we can see he gave himself in order to save each one of us from eternal destruction to an eternal life. Praise the Lord. Hallelujah. Praise the Lord. നാലാമത്തെ കാര്യം, എനിക്ക് പെട്ടെന്ന് പോകണം. നാലാമത്തെ കാര്യം, ക്രൂശിൽ നടന്ന നാലാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. Christ suffered the wrath of God for us. Amen. He suffered the wrath. This is not a popular sentence. എല്ലാവരും പറയുന്നത് Christ died on the cross for He loved us so much. No, അതൊരു ഭാഗം മാത്രമാണ്.
This is actually, we can see the fourth point. He bore the wrath of God. എന്ന് പറഞ്ഞാലേ നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ച് വായിച്ചാൽ God is angry with a man because of his unrelenting evil. Amen. നിരവധി വാക്യങ്ങൾ. ദൈവം മനുഷ്യനോട് എന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ പ്രസംഗം പിയാനോ വായിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രസംഗവും പിയാനോ വായിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിരുന്നേ. ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുകയും ചെയ്യാം. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ട്രൂലി രക്ഷിക്കപ്പെട്ടായിരുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യാം. അതോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 40 years I was a false convert എന്ന് ഒരാൾ സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെ ആകരുത്. Listen. Christ suffered the wrath of God for us. Amen. ക്രൂശിൽ കർത്താവ് ദൈവ കോപം ചുമക്കുമായിരുന്നു. Christ suffered the wrath of God on that cross. ഇതൊരു അൺപോപ്പുലർ ട്രൂത്ത് ആണ്. This is an unpopular truth. ഇതിനെതിരെ ഒത്തിരി ആളുകൾ രംഗത്തുണ്ട്. ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. There are several people came that this didn't happen on that cross. എന്താ ദൈവത്തിന്റെ റാത്തിന് കാരണം? Do you know what is the reason behind the wrath of God the Father? Because of his holiness. Because God is holy. Because of his righteousness. Because God is righteous. ആ നന്മയ്ക്കായിട്ടുള്ള സ്നേഹം. There is a love towards ഈ മൂന്ന് കാര്യമാണ് ദൈവത്തിന് നമ്മളോട് കോപം. നമ്മൾ പാടുന്ന മനോഹരമായ പാട്ടില്ലേ, ദൈവ കോപത്തിയിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഒത്തിരി വാക്യം എനിക്ക് പറയാനായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യം വേഗം പറഞ്ഞു പോകാം. നമ്മുടെ കർത്താവ് ആ ദൈവകോപത്തിൻ്റെ ഘനം അറിയണമെങ്കിൽ നമ്മുടെ കർത്താവ് ഗത്സമനെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ അങ്ങനെ കർത്താവ് പ്രാർത്ഥിച്ചേ. Do you know the depth of this wrath of God? We can understand by listening one sentence our Lord Jesus Christ prayed on that Gethsemane. കർത്താവിന് അറിയത്തില്ലായിരുന്നോ ആ ഭൂമിയിലേക്ക് പോകുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയായിരുന്നല്ലേ? God, our Lord Jesus Christ already knew the plan. Didn't he know that? ഗെത്സമനയിലേക്ക് അല്ലെങ്കിൽ യെരൂശലേമിലേക്ക് അവസാന ആഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നടന്നു വന്നപ്പോഴെല്ലാം ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ മരിക്കും, അവരെന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു യെരൂശലേമിലേക്ക് വന്നത്. Our Lord Jesus Christ very well knew the plan and the strategy, what is going to happen. He is very much aware. കർത്താവ് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ രണ്ടാമതും. അങ്ങനെ വായിക്കുന്നല്ലേ, രണ്ടാമതും കർത്താവ് പോയി പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ. എന്താ അങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാമോ? 2 കാര്യമുണ്ട് അതിന്. 2 കാര്യം. Why did our Lord Jesus pray that prayer? And there are 2 reasons to pray that prayer there. Oh my Father, if it is possible, let this cup pass from me. Nevertheless, not as I will, but as you will. Matthew 29:39-42. ഈ 2 വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്താണ് കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചത്? 2 കാര്യം. ഒന്ന്, ലോകത്തിന്റെ പാപം അത്രയ്ക്ക് ഘനമായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. Why did our Lord Jesus cried bitterly that prayer? Because the sin of the human being was so deep. So wait. And it is so, അത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. the volume of the depth is unbearable. A perfect son, perfect God. Amen. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, വേറെ എന്തേലും മാർഗമുണ്ടോ? That heaviness of that sin, that's why the son Jesus is asking is a prayer. Is there any other way? If possible, there is any other way? രണ്ടാമത്തെ ആൻസർ എന്നാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ആൻസർ നമുക്ക് ഗോസ്പല് പറയുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു ആൻസറാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. എന്തിനാ കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചേ? Why did Lord Jesus pray that prayer? സർവ്വലോകവും അറിയണം. ശ്രദ്ധിച്ചു കേട്ടെ, സർവ്വലോകവും അറിയണം പാപം മാറാൻ വേറൊരു വഴിയുമില്ല എന്ന്. മനസ്സിലാവുന്നോ? ഒന്ന്, എല്ലാവരും അറിയണം പാപം മാറാൻ തമ്പുരാൻ മരിക്കല്ലാതെ വേറൊരു വഴിയില്ല.
all the humanity should realize the fact. That is the reason our Lord Jesus prayed on Gethsemane, my Father, if possible, let this cup pass from me. Praise the Lord. Hallelujah. അന്ന് കർത്താവ് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ Amen. Christ suffered the wrath of God for us. Amen. We can see the depth of that prayer, and he suffered the wrath of all human beings. ഒരു വാക്യം ഒന്ന് വായിച്ചു സഹായിക്കാമോ? ഐസയ 53:4-5. Isaiah chapter 53 verse 4 and 5. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേൽ ചുമത്തി. But he was pierced through for our transgressions, he was crushed for our iniquities, the chastening for our well-being fell upon him. അവന്റെ അടിപ്പിണരാൽ നമുക്ക്, and by his scourging we are healed. സ്തോത്രം. Hallelujah. സ്തോത്രം. 4 കാര്യം കിട്ടി on the cross. Fifth, Christ died in our place. Amen. The fifth, കർത്താവ് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് എന്ന് പറഞ്ഞാലേ, ക്രൂശിലെ കർത്താവിൻ്റെ സഹനം കാണുമ്പോൾ അയ്യോ എന്നാലും ആ നിഷ്കളങ്കൻ അങ്ങനെ വന്നല്ലോ എന്നോർത്തല്ല നമ്മുടെ സങ്കടം, ഞാനാണതിൻ്റെ കാരണക്കാരൻ എന്നതായിരിക്കണം നമ്മുടെ വേദന. Christ died in our place. Whenever we see, we should not think that Lord Jesus was suffering so much, but we all need to remember my sin made him to hang on there. Praise the Lord. Hallelujah. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. Those who commit sin, that soul should die. ഒരു കാരണവശാലും ദൈവം തന്റെ നീതി കോംപ്രമൈസ് ചെയ്യുന്നില്ല. He cannot compromise his righteousness. അങ്ങനെങ്കിൽ Christ died in our place. Always remember, he died in our place. Jesus died our death. Jesus died our death. Bore our punishment. Amen. He bore our punishment. Died in our place. Amen. He died in our place. That we might be declared righteous and reconciled to God. Amen. So that we will be declared as righteous and we will be righteous forever. Righteous അങ്ങനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് കർത്താവ് അങ്ങനെ ചെയ്തു. That declaration, in order to count each one of us righteous, that's the reason he crucified. മനോഹരമായ ഒരു വാക്യമുണ്ട് 1 Peter 3:18. Amen. There's a beautiful verse in 1 Peter chapter 3 verse 18. എന്നാ വായിക്കുന്നത് അറിയാമോ? ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, മരണശിക്ഷ ഏറ്റു. കണ്ടോ, ഒരിക്കൽ നീതികെട്ടവർക്കായിട്ട് മരിച്ചു, മരണശിക്ഷ ഏറ്റു. 1 Peter 3:18, we can see a beautiful verse. For Christ also died for sins once for all, the just for the unjust, so that he might bring us to God, having been put to death in the flesh, but made alive in the spirit. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ക്രൂശ് മരണം 5 കാര്യം ക്രൂശിൽ നടന്നു. Amen. 5 things happened on that cross of Calvary. നിങ്ങൾ എന്നെ അല്പം കൂടെ ശ്രദ്ധിച്ച് അല്പം ചരിത്രം പറയാം. അതായത് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, കർത്താവ് മരിക്കാനായിരുന്നെങ്കിൽ അവിടുന്ന് ഹോളി ഗോഡല്ലേ, ഒരു 33-35 വയസ്സുള്ളപ്പം നേരെ ഇങ്ങോട്ട് വരുന്നു, റോമാക്കാർ പിടിക്കുന്നു, കൊണ്ട് ക്രൂശിക്കുന്നു. കാര്യം അത്ര ചെയ്താൽ മതിയല്ലോ. In my memory, while I was young, I used to think about this. If Christ is being sent just for dying, why didn't he could have come at the age of 33 and then Roman soldiers can catch him and put him on that cross? പക്ഷെ കർത്താവ് 33 വർഷം sinless ആയിട്ട് ജീവിച്ചു, റൈറ്റ്? But he came on this earth and he led a sinless life 33 years. For 33 years. ഒരിക്കൽ യഹൂദന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങളിൽ ആരെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തു? ഒറ്റ ഒരെണ്ണം. അതെങ്ങനെ? ഇപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കും ചോദിക്കുക, നിങ്ങളുടെ ഉപദേശം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും പുള്ളി നല്ല ആളാന്ന് പറയും അല്ലേ. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ഉടക്കിയാലോ, ഇതുവരെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പറയും, റൈറ്റ്? അത് ഹ്യൂമൻ നേച്ചർ. തിരിച്ചങ്ങനെ നിങ്ങളല്ല, ഞാനും അങ്ങനെയാണ്. പക്ഷെ ജീസസ് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ?
ജീസസ് യഹൂദന്മാരോട് പറയാം, നീയൊക്കെ പിശാചിൻ്റെ മക്കളാന്ന് പറയും ആദ്യം, അതിൻ്റെ തൊട്ടുവേളി നിന്റെ പിതാവ് ആരാ? എന്നിട്ടാ കർത്താവ് ചോദിക്കുന്നേ, Who can condemn me? നിങ്ങളിൽ ആരെൻ്റെ ഭാവത്തെ ഒരെണ്ണം പോലും വേണ്ടിയില്ല. പെർഫെക്റ്റ് ഒബീഡിയൻറ്റ് ലൈഫ്. Amen. Jesus came to this earth and he lived a perfect, submissive, obedient life for 33 and a half years. നിങ്ങൾക്കറിയാമോ ചരിത്രം എന്നാണെന്നറിയാമോ? You all may be familiar with the history. 16th സെഞ്ചുറിയിൽ മാർട്ടിൻ ലൂതർ റോമൻ കാത്തലിക് ചർച്ചിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. Martin Luther declared a war against Roman Catholic Church in the 16th century. അതിന് പ്രധാനമായ ഒരു കാരണം ഉണ്ടായിരുന്നു. ഒരു കാരണം, There is a main reason for that. റോമൻ കാത്തലിക് ടീച്ചിങ് അനുസരിച്ച് സാൽവേഷൻ ഒരിക്കലും ഭൂമിയിൽ വെച്ച് പെർഫെക്റ്റ് ആകുന്നില്ല. അത് പിന്നീട് പർഗേറ്ററി പോകണം. അവിടുന്ന് കാലങ്ങൾ കൊണ്ട് മെറിറ്റ് ലഭിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. അതാണ് അവരുടെ ടീച്ചിങ്. Roman Catholic Church was teaching them salvation won't be completed on this earth during our stay on this earth, but we need to go to purgatory and then only we will be provided the salvation. അവിടെ ആ പർഗേറ്ററിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചർച്ച് പണിയാൻ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദ പോപ്പ് വിൽ റിലീസ് ദ മെറിറ്റ് ഓഫ് സെയിൻസ്. Amen. അതായത് വിശുദ്ധന്മാർ, സ്വർഗത്തിൽ പോയ വിശുദ്ധന്മാർ അവർ ചെയ്ത നന്മകളുടെ ഒത്തിരി ശേഷിപ്പ് മെറിറ്റ് പോപ്പിൻ്റെ കയ്യിലുണ്ട്. കീ പോപ്പിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ചർച്ചിന് പൈസ കൊടുക്കണം. പൈസ കൊടുത്താൽ ഈ മെറിറ്റ് നിങ്ങൾക്ക് തരും. അങ്ങനെ പെട്ടെന്ന് പർഗേറ്ററിയിൽ നിന്ന് സ്വർഗത്തിൽ പോകാം. Church was able to declare one person is guilty or not, so that they can allow a person to go from purgatory to heaven due by their good deeds. ഹലോ ഒന്ന് കേട്ടേ, ഇതൊക്കെ ഗോസ്പൽ പറയുമ്പോൾ ആവശ്യം വരും. എന്നിട്ട് യൂറോപ്പിലൂടെ ഒരാളൊരു ബക്കറ്റുമായിട്ട് നടന്ന് പിരിക്കുകയാണ് പൈസ. അദ്ദേഹത്തിൻ്റെ പേര് ജൊഹാൻ ടെറ്റ്സൽ എന്നാണ്. ടെറ്റ്സൽ. അദ്ദേഹം ഇങ്ങനെ എല്ലായിടത്തും ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ കോയിൻ ഈ ബേസിനിൽ റിങ് ചെയ്താൽ, അതായത് നിങ്ങൾ കോയിൻ ഇങ്ങോട്ടിട്ടാൽ പർഗേറ്ററിയിൽ നിന്ന് യുവർ പേരൻസ് വിൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. Johann Taxel, one man, was walking around and collecting certain offerings and promising them, if you provide certain money to this offering, your parents will be released from the purgatory to heaven. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, every time a coin in the copper rings, a soul from the purgatory springs. Amen. If a coin rings, every time a coin, if you put a coin, then one soul will be released from purgatory. ലൂതർ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതെന്റെ വാക്കുകളാട്ടോ. യുദ്ധം പ്രഖ്യാപിച്ചു. But Martin Luther declared a war against this. ലൂതർ അന്ന് പറഞ്ഞു, Luther proclaimed this. ആർക്കും വിശുദ്ധന്മാരുടെ മെറിറ്റ് സ്വർഗത്തിൽ പോകാൻ വേണ്ട. He declared we do not need any merits in order to get to heaven. ഒരു വിശുദ്ധനും വിശുദ്ധനല്ല ദൈവത്തിൽ എന്ന് പറഞ്ഞു. No one is holy before a holy God. എന്നിട്ട് ലൂതർ പറഞ്ഞ വാചകം കേൾക്കണോ, ഞങ്ങളുടെ കർത്താവ് 33.5 വർഷം സിൻലെസ് ആയിട്ട് ജീവിച്ചു. ആ മെറിറ്റ് ഞങ്ങൾക്ക് ധാരാളം മതി. Then he declared that our Lord Jesus Christ lived a sinless life almost for 33.5 years. That sinless life is more than sufficient for ആ കർത്താവിന്റെ 33 വർഷത്തെ അന്നത്തെ വിശുദ്ധന്മാർ വിളിച്ച പേരാണ് ഹിസ് ആക്റ്റീവ് ഒബീഡിയൻസ്. ഇന്നും അവനിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ നീതി എനിക്ക് എത്രമാത്രം വേണമോ അവിടെ ചെല്ലാൻ അവന്റെ ജീവിതത്തിൽ നിന്നും അവന്റെ മരണത്തിൽ നിന്നും എൻ്റെ മേൽ കണക്കിടുന്നു. ഒരു പോപ്പിന്റെ കീയും ഞങ്ങൾക്ക് വേണ്ട. how much we can reflect the life of Jesus on this earth during our stay on this earth. That is what called active obedience. That is sufficient in order to reach to heaven. Our salvation rests not only in Christ atoning death, but also in his perfect life and active obedience. Amen. ഏതെങ്കിലും മെറിറ്റ് കിട്ടാൻ എവിടെയെങ്കിലും പോയി പൈസ കൊടുക്കണോ? Amen, 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 amen. നമ്മൾ അവനെ വിശ്വസിച്ച് കഴിയുമ്പം അവൻ്റെ പെർഫെക്റ്റ് ലൈഫ്, ആക്റ്റീവ് ഒബീഡിയൻസ്. Hallelujah. അതിനെ അന്ന് അവർ വിളിച്ചത് ഏലിയൻ റൈച്ചസ്നെസ് എന്നാണ്. ഞങ്ങളുടെ അല്ല, ഏലിയൻ എന്ന് പറഞ്ഞാൽ മറ്റ് പുറത്തുള്ളവരുടെ. ആ ഏലിയൻ റൈച്ചസ്നെസ് എൻ്റെ മേലിടുന്നു. കാര്യം എന്നാ, ക്രൈസ്റ്റ് ഡൈഡ് ഓൺ മൈ പ്ലേസ്. Amen. Hallelujah. His atoning death and the active obedience of each one of us is sufficient for salvation. ആമേൻ. Hallelujah. Praise the Lord. എൻ്റെ വാക്കുകൾ നിർത്തണമല്ലോ. Hallelujah. 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 ഞാൻ
3 കാര്യം പറയാനാണ് വന്നത്. 1 കർത്താവിൻ്റെ ജീവിതം, 2 കർത്താവിൻ്റെ മരണം, 3 കർത്താവിൻ്റെ ഉയർപ്പ്. ഇത് 3 എന്തിനാ പറയാൻ വന്നതെന്നറിയാമോ? ഇത് 3 ആ ഡിലമയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയത്. I'm about to say what is the solution for the dilemma: his birth, his death, and his resurrection. These 3 causes that greatest, the solution for the greatest dilemma. അവൻ്റെ ബർത്ത് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം, ആ ബർത്ത് ആൻഡ് ലൈഫ് ആക്റ്റീവ് ഒബീഡിയൻസ് ആണ് എനിക്ക് വേണ്ടി. That birth, whenever you hear the birth of Jesus Christ, we need to be remindful. We all need to an active obedience and submission. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, അവൻ്റെ ആക്റ്റീവ് ഒബീഡിയൻസ് എനിക്ക് സഫിഷ്യൻ്റ് ആണ്. Yeah, his active obedience is sufficient for my life on this earth. ഒരു കാരണവശാലും വേറെ ആരുടെ ഒന്നും എനിക്ക് വേണ്ട. I do not need anything else. His active submission. അവൻ്റെ ഡെത്ത് എന്നാണ്, Christ died in my place. Amen. His death is sufficient for me because he died on behalf of me. അവിടെ കൊണ്ടുവന്നിരുന്നില്ല, അവിടുന്ന് ഉയർത്തു അല്ലേ? Not only there we are ending. Not only he died one place, but he resurrected. കർത്താവിൻ്റെ ഉയർപ്പിന് ഈ വിഷയത്തിൽ 5 പ്രത്യേകതയുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം 5 പ്രത്യേകത. There are 5 importance for his resurrection and for his death. 1, കർത്താവ് പറഞ്ഞില്ലേ, ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ. അതിൻ്റെ അർത്ഥം എന്നാ? അവിടുന്ന് റിവീൽ ചെയ്തു, ക്രൈസ്റ്റ് റിസറക്ഷൻ ഈസ് ഗോഡ്സ് പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് ജീസസ് സൺഷിപ്പ്. Amen. ഞാൻ ദൈവപുത്രനാണെന്ന് ഉയർപ്പിലൂടെ കർത്താവ് തെളിയിച്ചു. Christ's sonship, we can see it is proved by the resurrection of the Son. Romans 1:4 ഇംഗ്ലീഷിലാണ്. Romans 1:4. Amen. Hallelujah. We can see Romans chapter 1 verse 4. Declared, Paul എന്താ എഴുതുന്നത് അറിയാമോ? Declared to be the Son of God with power according to the Spirit of holiness by the resurrection from the dead. Amen. Hallelujah. കണ്ടോ? Hallelujah. ഉയർത്തെഴുന്നേൽപ്പിനാൽ താൻ ദൈവപുത്രനാണെന്ന് ശക്തിയോടെ തെളിയിച്ചു. The declaration that Son is a Son of God by the power of the resurrection. Praise the Lord. Hallelujah. നമ്മോടുള്ള ബന്ധത്തിൽ ഏറ്റവും, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉയർപ്പായിട്ടുള്ളത് Romans 4:25. Amen. Very important and related to our life is Romans 4:29. നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ ആ ഭാഗത്ത് തന്നെയുണ്ട്. Romans 4:25. 4:25. എങ്ങനെ വായിക്കുന്നേ? He who was dead. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. 24 ചേർത്ത് വായിച്ചു നോക്കിയേ. നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന എന്ന് പറഞ്ഞാൽ, the resurrection is the proof that God accepted Christ's death as full payment for our sin. Amen. We can see in Romans chapter 4 verses 24 onwards. But for our sake also, to whom it will be credited as those who believe in him who raised Jesus our Lord from the dead, he who was delivered over because of our transgressions and was raised because of our justification. ക്ലിയർ ആയ അത്രയും കാര്യം. Hallelujah. Hallelujah. ക്രൂശിൽ നടന്ന 5 കാര്യം. 5 things which happened on that cross. ജീവിതത്തിൽ കർത്താവ് പെർഫെക്റ്റ് ആയിരുന്നു. Our Lord Jesus Christ led a perfect life. ഒരു സെയിന്റിന്റെയും മെറിറ്റ് ഞങ്ങൾക്ക് വേണ്ട. ക്രൈസ്റ്റിന്റെ മെറിറ്റ് സഫിഷ്യന്റ് ആണ്. We do not need any merits of any saints, but Christ's life is more than sufficient. ഒരു ഹോളിമാന്റെയും പ്രാർത്ഥന വേണ്ട. അവിടുത്തെ മെറിറ്റ് സഫിഷ്യന്റ് ആണ്. No saints' prayer we need or intercession we needed. His death is sufficient for us. അവന്റെ ലൈഫ് And his life is sufficient for us. ആ ഡെത്ത് എന്നാന്ന് മനസ്സിലായോ? 4:24-25. നെവർ ഫോർഗെറ്റ് ദിസ് വേഴ്സ്. Amen. His death. നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചു. For our justification he was raised. അങ്ങനെങ്കിൽ ഇതുപോലെ ഈ കർത്താവിൽ ആശ്രയിക്കണം. We need to trust in that Lord. അങ്ങനെങ്കിൽ കർത്താവ് എന്താ അക്കംപ്ലിഷ് ചെയ്തതെന്നറിയാവോ? What did our Christ accomplish? കർത്താവ് അക്കംപ്ലിഷ് ചെയ്തത് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് Finished. ഫിനിഷ്ഡ്. Amen. What did he accomplish? He recited that word on that cross. It is finished.
എന്താ കർത്താവ് അക്കംപ്ലിഷ് ചെയ്തേ? ഇത്രയും കേട്ടതിൽ നിന്ന് എന്താ സഭയ്ക്ക് മനസ്സിലായേ? ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നേ ഒരു പെന്തക്കോ സഭയിൽ ഞായറാഴ്ച സാൽവേഷൻ 4 ഞായറാഴ്ച പ്രസംഗിച്ച് അടുത്ത കാലത്ത് ഇവിടെ കാണുകയുള്ളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Hallelujah. Hallelujah. I ഈ believe. ഇപ്പം നിങ്ങൾ യൂട്യൂബിനകത്തൊക്കെ നോക്കണം, രക്ഷയുടെ ഉപദേശം പാർട്ട് 1 എത്ര പേര് കേൾക്കുമെന്നറിയാം? 25 പേര് കേൾക്കും. എന്നാൽ ഞാൻ ഇന്നൊരു ഈ പ്രസംഗത്തിന് ചുമ്മാ ഒരു ടൈറ്റിൽ ഇടുക, നാളെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുക, 50,000 പേര് കേൾക്കുക പ്രസംഗം. Hallelujah. ദിസ് ഈസ് എ ഫാക്ട്. സ്തോത്രം. കാര്യം എന്തെന്നറിയാമോ? നമ്മുടെ ആളുകൾക്ക് ജീസസിനെ വേണ്ട, നമുക്ക് ജീസസിനെ വേണം. എന്തിനറിയോ? നല്ല വീട് കിട്ടണം, നല്ല കാറ് കിട്ടണം, അമേരിക്കൻ വിസ കിട്ടണം. നമ്മുടെ പിള്ളേരെല്ലാം ഡോക്ടർമാരാണ്, ഇപ്പോൾ ഇച്ചിരി കൂടി എല്ലാവരും പ്രസിഡൻ്റാണ്. പക്ഷെ ഒരാൾക്ക് പ്രസിഡൻ്റ് ആകാൻ പറ്റുള്ളൂ കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഇതെൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയോ, ട്രൂത്ത് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ വ്യൂവേഴ്സ് 25 അംഗങ്ങളേ ഉള്ളൂ. പക്ഷേ ഫോൾസ് പ്രസംഗിക്കുന്നതിൻ്റെ എത്ര അറിയാം? 2 ലക്ഷം 1 മില്യനൊക്കെയാണ്. കേരളത്തിൽ ആ കൂടി 1 ലക്ഷം ക്രിസ്ത്യാനി പെന്തക്കോസ്തുകാരുള്ളതെന്നാണ് എൻ്റെ അറിവ്. അത്രേ കാണത്തുള്ളായിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു? പ്രിയപ്പെട്ടവരെ, എന്താ കർത്താവ് ക്രൂശിൽ അക്കംപ്ലിഷ് ചെയ്തേ? What did our Lord Jesus accomplish on that cross? എന്താ കർത്താവ് അവസാനം പറഞ്ഞത്? It is finished. What did he say lastly? Last word from his mouth was, it is done. It is finished. ശ്രദ്ധിച്ച് കേട്ടോണം, ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം. By his death he accomplished all that was necessary for humanity's salvation. Amen. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതെല്ലാം, ആരുടെയും ഇന്റർസെഷൻ വേണ്ട, ആരുടെയും സഹകരണം വേണ്ട. It is finished. Amen. All human beings' necessity for salvation, it is finished on that cross of Calvary, and he paid that big ransom for us. It is the demands of God's justice against us were satisfied, and his wrath was appeased. God is both just and the justifier of wicked people. Amen. അതാ കർത്താവ് പറഞ്ഞത്, it is finished. Amen. Hallelujah. Hallelujah. Amen. Amen. He became the just and the justifier. സങ്കീർത്തന 85:10 മനോഹരമായ ഒരു വാക്യമാണ്. There is a beautiful verse in Psalm chapter 8, number 85:10. On the cross. Amen. On the cross. Psalm 85:10. On the cross of Christ. Amen. Mercy and truth have met together. Hallelujah. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. Loving kindness and truth have met together. Righteousness and peace have kissed each other. ഇതാ ക്രൂശിൽ നടന്നത്. That is what it happened on that cross. ഇത് മനസ്സിലാക്കി കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിൽ ഒരുവൻ വിശ്വസിക്കാൻ ദൈവവന് നൽകുന്ന ആ അതിമഹത്തായ ദാനത്തിൻ്റെ പേരാണ് സാൽവേഷൻ. If we truly understand, this is the beautiful package which is called salvation. ക്രൂശിൽ കർത്താവിൻ്റെ കോപം അപ്പീസ് ചെയ്യപ്പെട്ടു. Amen. ദൈവനീതി സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു. Hallelujah. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ ഒരുക്കപ്പെട്ടു. It is finished. Amen. God's wrath is appeased and all the ransom is paid, and he released and he said, it is finished. നിങ്ങളെല്ലാവരും സമയം തെറ്റിക്കുന്നതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. Hallelujah. Hallelujah. ഒരു കാര്യം കൂടെ, DL മോഡി ഒരിക്കൽ പ്രസംഗിക്കുകയായിരുന്നു, അത് പറഞ്ഞു നിർത്തുകയാണ്. DL മോഡി ഒരിക്കൽ ഒരു പബ്ലിക് യോഗത്തിന് പ്രസംഗിക്കുകയായിരുന്നു. Once D.L. Moody was delivering a message in a public speak. He was in a meeting and a man stood up and said, Moody, I want to tell you briefly what it has taken me 42 years to learn. മോഡിയോട് പറഞ്ഞു, ഒരു യോഗത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് ഞാൻ 42 വർഷം കൊണ്ട് പഠിച്ച ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. മോഡി പറഞ്ഞു, ഓക്കെ. Moody said, well, I think I will listen if I can learn in 3 minutes. നീ 42 വർഷം കൊണ്ട് പഠിച്ചത് എനിക്ക് 3 മിനിറ്റ് കൊണ്ട് പഠിക്കാമെങ്കിൽ I will ready to listen. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, this is what I have learned. 3 things. First, I can do nothing to earn salvation. Second, God does not require me to do anything. Third, Jesus Christ has done it all. അദ്ദേഹം 42 വർഷം പഠിച്ചത് DL മോഡി 3 മിനിറ്റ് കൊണ്ട് പഠിച്ചു. നമ്മൾ 30 സെക്കൻഡ് കൊണ്ട് കേട്ടു. റൈറ്റ്? ഞാനൊന്നും ചെയ്തില്ല, കർത്താവ് എല്ലാം ചെയ്തു. Amen. റോമലേഖനം
11 അധ്യായം സാൽവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 11 ചാപ്റ്റർ സാൽവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. Amen. അവസാനത്തെ 3 വാക്യങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ, അവൻ്റെ വഴികൾ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലത് ഉപദേശിച്ചു കൊടുക്കുന്നവനാർ, അവന് മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. ആ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നാണെന്നറിയാമോ? നോ വൺ, നോ വൺ, നോ വൺ. Amen. Hallelujah. എങ്ങനെ വാക്യം തീരുന്നേ? ഫ്രം ഹിം Through him. and through him and to him to be the glory forever and ever. To him be the glory forever and ever. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അവനെന്നേക്കും മഹത്വം. അമേൻ, അമേൻ, അമേൻ. അടുത്ത ഭാഗം എങ്ങനെ ഇത് ജീവിതത്തിൽ കൊണ്ടുവരാന്നുള്ള കാര്യം അടുത്ത സൺഡേ ദൈവം എന്ന് വെച്ചാൽ പറയാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. താങ്ക് യു. Amen. Hallelujah.